പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുപ്രഭാതം. ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്കൊക്കെ ചായ തന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കുടിച്ച് ഉണർവും ഉന്മേഷമൊക്കെ വീണ്ടെടുത്ത് കാണുമെന്ന് എനിക്കറിയാം. ഇന്നപ്പോൾ കുറച്ച് വെറൈറ്റിയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അതായത് ലൈറ്റ് അതായത് അപ്പം ആ ചായ കഴിഞ്ഞ് പിന്നെതാ ചായ കഴിഞ്ഞു. അതിന് ശേഷം ചുക്കുവെള്ളം അടുപ്പത്ത് കുടിക്കാൻ അത് തിളച്ചു. ഇനി അതിങ്ങോട്ട് വാങ്ങണ്ട. അതിനുശേഷം പിടി. ഇനി നമ്മൾ നോക്കൂ, ഇതാ ഇന്ന് വെറൈറ്റിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതാ ഇന്നലെ പയറ് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ചെറുപയർ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക. പിന്നെ ചെറുപയർ പുഴുക്കാണ് നമ്മുടെ പ്രഭാത ഭക്ഷണം. അപ്പോൾ ഇതാ ഈ കുക്കർ വെച്ചിട്ട് ഈ ചെറുപയർ വാരി നമുക്ക് ഇതിലേക്കിടാം. കഴുകി വെച്ചിരിക്കുന്ന കേട്ടോ. ഞാനേ ഇതാ മൈക്കുമൊക്കെ എടുക്കാൻ മറന്നുപോയി, സാരമില്ല. ഇതാ ഈ ചെറുപയർ വാരി ഇതിലേക്ക് ഇടട്ടെ. ചെറുപയർ വാരി കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിരിക്കുകയാണ്. ഇതെന്തിനാണെന്നറിയാം നിങ്ങൾക്ക്? ഈ ചെറുപയർ കുതിരാനിട്ടാൽ പിന്നെ ചെറുപയർ കുതിരാനിടുകയാണെങ്കിൽ നമുക്ക് ഈ ചിലർക്കൊക്കെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. കുതിരാനിട്ടാൽ ആ ഗ്യാസിൻ്റെ പ്രശ്നം അങ്ങ് പോവും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഇതാ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. ഞകക്കെ ഇരുന്നോട്ട് കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് ഉപ്പ് മാത്രം മതി. ഉപ്പിട്ട് തീ കൊടുക്കാം. തീ കൊടുത്തി കഴിഞ്ഞ് നമുക്കതിനെ അടച്ചു വയ്ക്കാം. കത്തിക്കാം. അല്പം വെള്ളം കൂടെ ഒഴിക്കാം. പയറല്ലേ, വേവുണ്ട്. കുതിർത്തതായതുകൊണ്ട് അത്ര വേവ് വരില്ല. എന്നാലും കുറച്ച് വെള്ളം, ഒന്നേതൊക്കെ വെള്ളം ഒഴിക്കണം. കടല, പയർ ഇതിനൊക്കെ. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. ഇത് സാധാരണഗതി പിടി പോവും. ഇത് കിട്ടുമ്പോഴേ പിടിയില്ല. കാരണം അപ്പം 3 ഒന്നിച്ച് വന്നതാണ് ആമസോൺ വഴി ഓൺലൈനായിട്ട്. അത് 2 എണ്ണത്തിന് ഒരു കുക്കർ, സാധാ ഒരു കുക്കർ, മറ്റേ 2 കുക്കറിനും കൂടെ ചേർന്ന് ഇതിൻ്റെ ചെറിയ തരമാണിത്. ഇത് 2ാമത്തെ വലിപ്പം, 3ാമത്തെ വലിപ്പം ചെറുത്. ഇതിന് 2നും കൂടെ ഒരടപ്പേ ഉള്ളൂ. അത് കാരണം കൊണ്ട് അതെന്താ അവരുടെ ലക്ഷ്യമെന്ന് അറിഞ്ഞുള്ളൂ. അത് കാരണം കൊണ്ട് ഇത് ഒരെണ്ണം വെച്ച് സ്റ്റീം പോയി കഴിഞ്ഞ് അടുത്ത കാലം വയ്ക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് കാര്യമായിട്ടുള്ള ഇതൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത് അങ്ങനെ കിടക്കട്ടെ. പിന്നെ ഇതിന് ഒരു 3 സ്റ്റീം വന്നാൽ മതി. 3 സ്റ്റീം വന്നു കഴിയുമ്പോൾ നമ്മളത് ഓഫാക്കാം. ഓഫാക്കിയതിന് ശേഷം ഉപ്പിട്ടിട്ടുണ്ടല്ലോ, ഇതിലേക്ക് ആവശ്യാനുസരണം എത്ര വേണോ, നാളികേരത്തിൻ്റെയൊക്കെ അളവ് അവരവരാണ് തീരുമാനിക്കുന്നത്. ഞാനിതിലിപ്പോൾ ഒരു അരമുടി ഇടും. ഒരു മുറിയല്ല, അതിൻ്റെ പകുതി. ഒരു കഷ്ണം ഇതാ വെളുത്തുള്ളി
ഇത്തിരി ജീരകവും കൂടെ ചതയ്ക്കും, ഒരല്പം മുളകും, 1/4 സ്പൂണേ ഇടൂ. ചൂടുകാലമല്ലേ, ഒരുപാട് മുളക് വേണ്ട. 1/4 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആ വെളുത്തുള്ളി, ഇത്തിരി ജീരകവും കൂടെ ഒന്ന് കറക്കിയെടുക്കും. എന്നിട്ട് അതിനുശേഷം ഇത് സ്റ്റീം പോയി കഴിയുമ്പോൾ ഇതിലേക്ക് ഈ അരവിട്ട്, തോരൻ്റെ അരവിട്ട് ഇളക്കി ഒരു കറുപ്പ് കറിവേപ്പിലയും ഇട്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. സൂപ്പർ പുഴുക്കാണ്. ഇന്നത്തെ ഇവിടുത്തെ പ്രഭാത ഭക്ഷണം ഇതാണ്. ഇതിൻ്റെ കൂടെ എൻ്റെ പ്രഭാത ഭക്ഷണം, ഇതിൻ്റെ കൂടെ മാഷക്ക് കഞ്ഞി, നല്ല കുത്തരി കഞ്ഞി. മാഷക്ക് കുത്തരി കഞ്ഞി, ഈ ചെറുപയർ പുഴുക്കും. എനിക്ക് ഈ ചെറുപയർ പുഴുക്ക് മാത്രം. അതാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം ധന്യമാക്കാം, അല്ലേ? അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഈ പയറുപുഴുക്കും കഞ്ഞിയും എല്ലാം. എങ്കിലും ടീച്ചർ എന്ന് ചെയ്യുന്ന കാര്യം നിങ്ങളോടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ പുതിയതായിട്ട് ഇനിയും പണ്ട് അല്ലെ ഇപ്പോൾ ടെക്നോളജിയൊക്കെ ഓരോന്നും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന പോലുള്ള കണ്ടുപിടുത്തങ്ങളൊന്നും ഭക്ഷണം എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങൾ വീണ്ടും ആവർത്തനം. ഭക്ഷണത്തിന് മാത്രം ആവർത്തന വിരസതയൊന്നുമില്ല സത്യത്തിൽ. നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ കഴിക്കുന്നതല്ലേ ചോറ്. ആർക്കെങ്കിലും ചോറിന് ഇഷ്ടമില്ലായിരിക്കുമല്ലോ. ഇഡ്ഡലി, ദോശ, ഇതൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പം അതിലൊന്നും ഒരു വെറൈറ്റി വരുത്താവുന്നത്. ഇതിൻ്റെ എല്ലാം പാചകവും ഒരേ രീതിയിലാണ്. പാചകം ഒരു കലയാണ്, അല്ലേ? അതിനെ സ്പൈസി ആക്കുന്നത്, അതിനെ രുചികരമാക്കുന്നത്, അതിന് എരിവും പുളിയുമൊക്കെ കൊടുക്കുന്നത് നമ്മുടെ കൈയാണ്, നമ്മുടെ കൈവിരുതാണ്, നമ്മുടെ മനോഹരമാണ്, നമ്മുടെ അഭിരുചിയാണ്. എല്ലാത്തിനും ഒരു അഭിരുചി വേണം. അതുപോലെയാണ് കുക്കിങ്ങിലും. അപ്പോൾ ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്ക് പയറ് പുഴുക്കും മാഷ് കഞ്ഞി. എനിക്ക് പയറ് പുഴുക്കും മാത്രമാണ്. വേണമെങ്കിൽ 2 പപ്പടവും കൂടെ, പപ്പടം കാച്ചി വെച്ചിട്ടുണ്ട്, അതും കൂടെ എടുത്താൽ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ധന്യമായി തീരും. അപ്പോൾ ഇന്നത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുമെന്ന് എനിക്കറിയാം. ഇതിൻ്റെ കൂടെ 2 പപ്പടവും കൂടെ ആയ സുഭിക്ഷം. പിന്നെ നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം പറഞ്ഞു, ഞാനിതാണെന്നേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ ഒരു കുറ്റി പുട്ടും കൂടെ പുഴുങ്ങിയാൽ, ഈ പുട്ടും ചെറുപയറും പപ്പടവും ഇത്രയും നല്ലൊരു കോമ്പിനേഷൻ ഇല്ല. അല്ലെങ്കിൽ പുട്ടും കടലയാണെങ്കിൽ പപ്പടം വേണ്ട. അപ്പോൾ പുട്ടും ചെറുപയറും പപ്പടവും നല്ലൊരു കോമ്പിനേഷനാണ്. ഇന്നിവിടെ കഞ്ഞി ചെറുപയർ പുഴുക്കുമാണ്. കാരണം മാഷ് പറഞ്ഞു ഒരു ചേഞ്ച് ആയിക്കോട്ടെ, കുറേ ദിവസമായില്ലേ ചൂടൊക്കെ ആയിട്ട്, അപ്പോൾ ഇന്ന് കഞ്ഞി മതി എന്ന് പറഞ്ഞു. അപ്പം ഈ കുക്കറിൽ ഞാൻ ഒരു നുള്ള അരിയും കൂടി ഇടാൻ പോകാം. എന്നിട്ട് ഇതിൻ്റെ സ്റ്റീം പോയി കഴിഞ്ഞാൽ ഈ അടപ്പ് അതിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് കഞ്ഞിയും ചെറുപയർ പുഴുക്കുമാണ് ഇവിടെ. നിങ്ങൾക്കൊക്കെ എന്താണെന്നുള്ളത്, നിങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളത് ടീച്ചർക്ക് കമൻറ്റ് ചെയ്യണേ. എല്ലാവർക്കും ഈ പ്രഭാത ഭക്ഷണം ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പപ്പടം, ചടപടപട പപ്പടം, അല്ലേ? പപ്പടമാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ അടുത്തതിന് നമുക്ക് നമ്മുടെ ഉച്ചഭക്ഷണത്തിലേക്ക് പ്രവേശിക്കണം, അല്ലേ? അങ്ങനെ പടിപടിയായിട്ട് ഓരോന്ന് നടക്കണം, അല്ലേ? അതല്ലേ നമ്മുടെ സ്ത്രീകളുടെ ഒരു മെയിൻ ഡ്യൂട്ടി. എത്ര വലിയ ഉദ്യോഗസ്ഥയായാലും ഒരിക്കലെങ്കിലും അടുക്കളയിൽ കയറി അവരവരുടെ ടേസ്റ്റിൽ, അവരവരുടെ രുചിയിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ താല്പര്യമില്ലാത്തവരാരും കാണില്ലല്ലോ. എനിക്ക് കുക്കിങ് ഒരുപാട് ഇഷ്ടമാണ്. കുക്കിങ്, ടീച്ചിങ്, ടോക്കിങ്, ഇതാണ് എൻ്റെ പാഷൻ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് അടുത്തതിന് ഉച്ചഭക്ഷണത്തോടുകൂടി നമുക്ക് കാണാം. ഇവിടെ പ്രഭാത ഭക്ഷണം നമുക്ക് കഴിക്കാം, അല്ലേ? എല്ലാവർക്കും സുഖവും സമാധാനവും കിട്ടാൻ ടീച്ചറ് പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരണേ. എനിക്കാണെങ്കിൽ ഒന്നിച്ചിരുന്ന് കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഒന്നിച്ചെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ടീച്ചർക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ക്ഷണിക്കുന്നു. ഇനി ഓരോന്നോരോന്നായിട്ട് ഉച്ചക്കത്തെ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഹായ്.